കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോവാണ് കുട്ടികളെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൺ ദ വേ ആണ്. രാവിലെ എല്ലാവരും കൂടെ പോവാൻ, ചായ ഒന്നും കുടിച്ചിട്ടില്ല. മറിയത്തിന് ഓൾറെഡി അവിടെ ചെക്കപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്. അപ്പം അതുണ്ട്. പിന്നെ ഈ സുന്ദരിൻ്റെ കണ്ണൊന്ന് കാണിക്കണം. സുന്ദരിൻ്റെ കണ്ണ് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം നമ്മൾ പോണ വ്ളോഗ് ഏതായാലും ഇടയിൽ വെച്ചിട്ട് നമ്മൾ എടുക്കും. വിശേഷങ്ങളൊക്കെ അപ്പം പറയാം. മറിയത്തിന് ചെറിയ കുട്ടിയായപ്പോൾ കണ്ണിന് ചെറിയൊരു പീളതടച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ലേസർ ട്രീറ്റ്മെൻറ്റ്, ഓർബിറ്റ് അങ്ങനെ എന്തോന്നാ പറഞ്ഞത്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെഗുലർ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. കൂട്ടത്തിൽ മോളതും പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാവരെയും കണ്ണ് കാണിക്കാനാണ് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകണം കേട്ടോ. ഓക്കെ. മറിയമ്മിനൊക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് നിൽക്കുക. അതാണ് നൈറ്റ് ഡ്രസ്സും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഡ്രൈവ് ചെയ്താലേ നമുക്ക് അവിടെ നേരത്തെ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം കോയമ്പത്തൂർ എത്താനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് റീഫ്രഷ്ഡ് ആയിട്ട് കുട്ടികളുടെ ഡൈപ്പർ മാറ്റലും അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ്. പിന്നെ ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ ശരവണ ഭവൻ്റെ അടുത്താണ് നിർത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളൊക്കെ ബാത്റൂമിൽ പോകാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. എനിക്ക് നെയ് റോസ്റ്റ്. ടമ്മിക്കുട്ടി എന്നാ കഴിക്കണത്? എന്താ കഴിക്കണത്? ഇല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തമ്മിക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തമ്മീൻ്റെ കുറുക്ക് നമ്മൾ കുപ്പിയിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്, ഫീഡിങ് ബോട്ടിൽ. പിന്നെ കഞ്ഞിയും കരുതിയിട്ടുണ്ടായിരുന്നു നോക്ക്. അപ്പോൾ ആ ഫീഡിങ് ബോട്ടിലുള്ള ഭക്ഷണം നോക്ക് രാവിലെ കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് കഞ്ഞി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണത് ഓക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട്. പിന്നെ മറിയമ്മ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ. അപ്പോൾ കയ്യിൽ കുറേ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഡി. അപ്പോൾ അതിങ്ങനെ നോക്കിയെന്ന് ആ കൂട്ടത്തിലാണ് അവിടെ ടോയ്സ് കണ്ട്. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കാണാമല്ലോ. കാരണം കുട്ടികൾ കഴിയുന്നാൽ വരെ ഹോസ്പിറ്റലിൽ അടങ്ങിയിരിക്കുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. തമ്മീൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചിയും ദീദിയും കൂടെ കഞ്ഞി ഇതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളും ഷീലും കൂടെ കുറച്ച് നേരം അവിടെ പുറത്ത് നിന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അമ്മച്ചി കുപ്പിയൊക്കെ കഴുകിയിട്ട് വരുന്നുണ്ട് അടുത്ത ട്രിപ്പ് കഞ്ഞിയാക്കാൻ വേണ്ടിയിട്ട്. പച്ചറബേ എന്റെ വ്ളോഗിന് മൊത്തം അപശബ്ദം ഇവിടെ നിന്നാണ് വരുന്നത്. അവളിങ്ങനെ പിടിച്ചാക്കി നോക്കറിയാ ലിപ്സ്റ്റിക്ക് പോയി തേച്ച്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ടുട്ടു അതല്ലേ നമ്മൾ മറിയമ്മ ചെക്കപ്പിന് കയറിയിട്ടുണ്ട് കേട്ടോ. ഓരോ സ്റ്റേജ് അങ്ങനെയാണ് അവിടെ ചെക്ക് ചെയ്യുക. അരവിന്ദയിൽ പോയവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ടുട്ടു കയറിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചയമുള്ളതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാഡീൻ്റെതും ഉമ്മച്ചീൻ്റെയും കൂടെ കാണിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. കുട്ടികളുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം പീഡിയാട്രിക് സെക്ഷനിൽ അങ്ങനെ തിരക്കില്ലാത്തതുകൊണ്ട് അവിടുന്ന് വേഗം കഴിച്ചിലാവാൻ പറ്റി നമുക്ക്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5-5:30 കൂടി ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മാളിലോ അവിടെ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ ചൂടത്ത്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇരിക്കുക, പിന്നെ ചായയും കുടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്ന മാളിൽ പോയിട്ടാ. മാളിൽ നിന്ന് നമ്മൾ എന്ത് മേടിച്ചു എന്ന് ചോദിച്ചാൽ ഷിലുവിന് ഓണത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ RMKVൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് മേടിച്ചു. പിന്നെ ഇക്കാക്ക് നമ്മളൊരു ട്രാക്ക് പാൻറ്റ് മേടിച്ചു. അതൊന്നും ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് പോയത്. കാരണം ട്രാഫിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈവേക്ക് ഷോർട്ട് കട്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് മാളിനേക്കാളും ഭംഗിയുള്ള സ്ഥലം, കുറേ കാണാത്ത ഒരു ടിപ്പിക്കൽ കോയമ്പത്തൂർ ടൗണ് കാണുന്നത്. നല്ല അടിപൊളി സ്ട്രീറ്റ് ആയിരുന്നു. കുറേ ജ്വല്ലറിയും സാരിയും പിന്നെ പാത്രങ്ങളും. അമ്മച്ചിക്ക് സന്തോഷമായിരുന്നു പാത്രങ്ങൾ. നമുക്ക് അവിടെ കയറിയ സമയത്ത് നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നാൽ മതി എന്നുള്ള അഭിപ്രായത്തിൽ വരെ എത്തി എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ കയറിട്ടോ, ഹൈവേക്ക് കയറി. ഇനി വരുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ പോകാമെന്നൊക്കെ നമുക്ക് ഡാഡി പ്രോമിസ് ചെയ്തിരുന്നു. ഡാഡി റോഡൊക്കെ നോക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല നല്ല സാരികളൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് കേട്ടോ. നല്ല ഭംഗിയുള്ള ചുരിദാറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കുട്ടികളുടെ കളക്ഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു പോയിനത്. അങ്ങനെ അവിടുന്ന് മെല്ലെ മെല്ലെ നമ്മൾ ഹൈവേയിൽ കയറി